ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്നും പറയാനുള്ള പോലെ തന്നെ എൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളുകളായി, കുറേ ആയി. വീണ്ടും ഞാൻ ഇടയിൽ വന്നിട്ട് ഞാൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വരുന്ന പോലെ ഇപ്പോൾ യൂട്യൂബിൽ. അപ്പോൾ ഞാനിതാ എൻ്റെ വീടെത്തി. എൻ്റെ വീടെത്തി ഞാൻ. ഇന്ന് ഏട്ടൻ തിരിച്ച് ലീവിന് വന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ലീവിന് വന്നു, അവൻ തിരിച്ച് ക്യാമ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആണ്. ഏട്ടൻ പോണ വീഡിയോ ആണ്. അവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6 മണിയായി. അവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്തു ഹായ്. ഓക്കെ, നിത്തു അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏട്ടൻ പുറത്ത് വരികയാണ്. ഹലോ പറ. ഹായ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലാട്ടോ, അതാ ഞാൻ കട്ട് ചെയ്ത് പോയതേ. എന്താണ് പാക്ക് ചെയ്താ? ഇനി എപ്പോഴാ തിരിച്ച് ഓണത്തിന് നീ പോണ്ടത്? എന്തിനാ നീ പോയി ബുദ്ധിമുട്ടിക്കണ്? അവിടെ ഉണ്ടെന്ന് അറിയാനാ? അതിനുവേണ്ടി പോവാ? സങ്കടം ഉണ്ടാ? സങ്കടം ഇല്ലാതിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സങ്കടം ഇല്ലാതിരിക്കും. നമ്മുടെ കുട്ടികളെയും ഭാര്യയും ഭർത്താവ് അമ്മനി എല്ലാവരും വിട്ടുപോകുമ്പോ സങ്കടം തന്നെയല്ലേ. അപ്പൊ എന്നെ വിട്ടാകുമ്പോ സങ്കടമില്ല. എന്നെ വിട്ടുപോകുമ്പോ സങ്കടമുണ്ട്. എനിക്ക് സങ്കടമില്ല. എനിക്കറിയാം. ഗായകനാണ്. പൊന്നോമലല്ലേ. എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ രഞ്ജു. സാറില്ല പോട്ടെ. വണ്ടി കൊടുക്കാൻ തോന്നി. അപ്പൊ നീ പോയിട്ട് ഇപ്പൊ 1 മാസമല്ലേ കറക്റ്റ് പോയിട്ട്? 1 മാസം ഓണത്തിന് നീ ഏപ്രിലിൽ പോയി തിരിച്ച് ഓണത്തിന് വരും. ഓക്കെ, ഓണത്തിന് വരും. സെറ്റ്. അപ്പൊ ഓണത്തിന് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പോയി പാക്ക് ചെയ്തോ. ആകോട്ടെ. ഷിൻജാങ്ങാണ്. കഴിഞ്ഞ പ്രാർത്ഥന. അപ്പൊ ഇന്ന് വൈകിട്ടുള്ള പരിപാടിയാണ് ചപ്പാത്തി. എന്താ കറി? ചപ്പാത്തി സോയാബീൻ. അപ്പൊ ഡെക്കോ ഉച്ചക്ക് ഉണ്ടായിരുന്നു. താറാവ് റോസ്റ്റ് ഉണ്ടായിരുന്നു. സോയ നമുക്ക് ഓക്കെ. അപ്പൊ താറാവ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. ഉച്ചക്ക് ഉണ്ടായിരുന്നു. എല്ലാരും കഴിച്ചു. ഇതൊന്നും കഴിക്കില്ലല്ലോ. ഞാൻ ചിക്കനും ബീഫ് മാത്രം കഴിക്കില്ല. അതുകൊണ്ട് മട്ടൺ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇവര് റോസ്റ്റൊക്കെ എന്താ അടിച്ച് മിന്നി അതിന്റെ ബാക്കി വെച്ചിട്ട് ചപ്പാത്തിയും ബാക്കി അതുകൂടെ കഴിക്കാണ്. ബാക്കിയുള്ള അടിമുടി കൂടിയിട്ട് നമ്മൾ ചപ്പാത്തി കഴിക്കും. ഇത് സോയ നാളേക്കോ? സോയ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി സോയ. ഫുഡ് ലെമൺ റൈസ്. അപ്പൊ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ മറ്റേ കാര്യം എന്താ വീഡിയോയില് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റിൽ ഇട്ടുണ്ടായത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അന്നൊരു സംഭവം ചക്ക അവിടെ അടിക്കുന്നു. അതിന്റെ ഇടയിൽ ഞാൻ എന്താ സംഭവിച്ചത് അറിയില്ല. വീഡിയോ ഞങ്ങൾ കുറെ നോക്കി എന്നിട്ട് ആ കമന്റ് അടിച്ച് ഞങ്ങൾ കുറെ ഫുള്ള് ഞങ്ങൾ ഇരുന്ന് കണ്ടു. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെന്ന് പറയില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അന്നത്തെ അതേപോലെ തന്നെ ഞങ്ങൾ അയ്യോ പ്രശ്നമില്ല. ഞങ്ങളുടെ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു. നമ്മളായോ ഞാൻ മിണ്ടാതെ കൊണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരു പ്രശ്നമില്ല. അവള് മിക്സിയിലിട്ട് അരക്കിലുണ്ട്. ആ തിരക്കിലായതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ പ്രശ്നമില്ല. ഞങ്ങള് വീണ്ടും വരും. നാത്തോൻസ്. അതെ. ഇത് നാത്തോൻസ് വ്ലോഗ്. അപ്പൊ പരിപാടികൾ നോക്കട്ടെടാ. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വാവോങ്ങി അയച്ചു. നിധിക്കുട്ടി എവിടെ? വാവോങ്ങി അയച്ചാ. ആൾക്ക് നല്ല ജലദോഷമാണ്. 2 ദിവസമായി ജലദോഷം തുടങ്ങിയിട്ട്. അപ്പം മൂക്കൊക്കെ അടച്ച് ഒരു സുഖമില്ല. കൈ മാറ്റി, നിന്നെ കാണട്ടെ എല്ലാവരേ. എന്നിട്ട് കൈയൊക്കെ മാറ്റി. അതാ അയ്യോ ദേഷ്യം വന്നു. ഞങ്ങക്ക് ദേഷ്യം വന്നേടെ കല്ലി. മുഖം മറിക്കല്ലേ. തോത്തി പിന്നീട് ഒന്ന് ചിച്ചു നോക്ക്. അതെന്തത്? ഞങ്ങക്ക് മൂടില്ല കേട്ടോ. അല്ലെങ്കിൽ നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൾക്കിന്ന് മൂടില്ല. സങ്കടോ? ആ സങ്കടം വന്നു പോയി.
ഇപ്പൊ വരും. രഞ്ജേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിക്ക്, നീ എവിടെ പോണ്? അങ്ങനെ രഞ്ജേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രഞ്ജേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ദാ എത്തി. നിധി അച്ഛ വന്നു. നിത്തു അച്ഛ വന്നു. നിത്തു നിത്തു ഇതാ അച്ഛ വന്നടി. അതാരാ? നിത്തു തൊള്ളയിടല്ലേ. ഉന്തിടാൻ പാടില്ല. അച്ഛൻ ആകുന്റെ മാമ. നിന്റെ അച്ഛൻ അവിടെ ഉണ്ട് പോന്ന്. ഞാൻ രണ്ടുപേർക്കും സ്നാക്സ്. ഓ നിത്തു, നീ എന്താണ്? നടക്ക് നിത്തു, അങ്ങനെ കാണിക്കാൻ പാടില്ല. നിത്തു ഇവിടെ ടെൻഷനായി. ഓ അപ്പൊ നല്ല മൊരിഞ്ഞ ഉള്ളിവട. അയ്യോ, എന്റെ ക്യാമറയ്ക്ക് എന്ത് പറ്റി? നല്ല മൊരിഞ്ഞ ഉഴുന്നുവട. പിന്നെ ഇത് ബ്രെഡിന്റെ മേലെ ചിക്കനൊക്കെ വെച്ചിട്ട് മൈനൈസൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ ഒരു സാധനം. എങ്ങനെയുണ്ട് ഞാഞ്ഞി? എങ്ങനെയുണ്ട് പറ. എന്തത് പറയാത്ത? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? ആകുല എങ്ങനെയുണ്ട്? എരിയുണ്ടോ? വെള്ളം കുടിക്ക്. വെള്ളം എടുക്ക്. നിന്റെ വെള്ളം കുപ്പിയുടെ ബോട്ടിലവിടെ. അവിടെ വെള്ളം കുടിച്ചോ. ചിഞ്ചുവാണ് ഇല വാട്ടുന്നതിന് സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഇല വാട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഫുഡെല്ലാം നിറയെ ഇല വാട്ടാനുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം നമുക്ക് പാക്ക് ചെയ്യാം. അതെ, സമയം ഇപ്പൊ 8:45. 9 മണിയാവണം. ഇനി വെറും 1.5 മണിക്കൂറേ ഉള്ളൂ. അതെ, ഇലയൊക്കെ വാട്ടി ചൂടാറിയിട്ട് വേണം ഇലാക്കാൻ. റൈസൊക്കെ ചൂടാറി കിടക്കുന്നുണ്ട്, സെറ്റായിട്ട്. യെസ്. അപ്പോൾ ലെമൺ റൈസ് നമ്മളുണ്ടാക്കിയ ലെമൺ റൈസ് ഉണ്ടാക്കിയതാണ്. വരില്ല എന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ നമ്മള് കറിയെല്ലാം ആക്കണ്ടോ? ഇല്ലല്ലോ, സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ് ആക്കാം. ഓക്കെ ഓക്കെ, മതി. എന്തായാലും വേസ്റ്റ് ആക്കോൻ ആണോ? ഓക്കെ, അതെ. അപ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുക ഫുഡിന്. അങ്ങനെ ഇല മടക്കി ഈ ഇലയിലൊക്കെ ആക്കണം നമ്മള്. 3 പൊതിയോടെ ഇനി ഫുഡിന്റെ കെട്ടണം. പിന്നെ ചപ്പാത്തി അല്ലേ? ചപ്പാത്തി. ഓക്കെ. ചാർജർ എടുത്തില്ലേ? ശ്രദ്ധിച്ചു പോകണില്ല.
ബൈ ബൈ ബൈ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്തു നിന്നാണ് കയറാറ്, അല്ലെങ്കിൽ ഷൊർണൂരിലാണ് കയറാറ്. ഇന്ന് ഒറ്റപ്പാലത്തു നിന്നാണ് ഏട്ടന് ട്രെയിന്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളവിടെ എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ട്രെയിൻ വരും. ഏട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ സമയമായി. ഇനി അടുത്ത ലീവ് വരയ്ക്ക് ഇതേപോലെ ഇരിക്കുക. അടുത്ത ലീവിൽ വീണ്ടും ഇതുപോലെ കൂട്ടാൻ പോവാം. അല്ലെങ്കിൽ ഞാനാട്ടോ എപ്പോഴും പോവാറ്. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ രഞ്ജോട്ടനുണ്ട്. അപ്പോൾ രഞ്ജോട്ടനാണ് ഏട്ടനെ കൊണ്ടുവിടാൻ പോയത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാനാണ് അവനെ ഒറ്റപ്പാലം കൊണ്ടുവിടാറ്, മാരേജിന് മുന്നേ കഴിയുമ്പോൾ. പിന്നെ ഏട്ടനുള്ളതുകൊണ്ട് ഏട്ടൻ കൊണ്ടുവിടും. അങ്ങനെ ട്രെയിൻ വന്ന് ദീപനല്ലേ? അപ്പൊ നടന്നോ. ഇതിനടാ തള്ളു തള്ളു. വരും 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 വരും. ചാറ്റ് കൊടുക്ക്. ശരിട്ടാ. ആ അവർ ചാറ്റ് കൊടുക്ക്. ചാറ്റ് കൊടുക്ക്.